السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തെ തടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. വയുനസ്സിലുൽ ഗൈസ്, മഴ എപ്പോഴാണ് പെയ്യുക, ഏത് സമയത്താണ് പെയ്യുക, എവിടേക്കാണ് പെയ്യുക, ഇതൊക്കെ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നാളെ ഞാനും നിങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതും റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതുപോലെ നാളെ പിന്നെ നമ്മൾ എവിടെയാണ് ഖബറടക്കുന്നത്, എവിടെയാണ് നമ്മൾ മരിക്കുന്നത്, ഇതെല്ലാം അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരാണ്. അല്ലെങ്കിൽ മകളുടെ ഒരു കല്യാണം വരുമ്പോ ആ മകളുടെ കല്യാണത്തിന്റെ ദിവസങ്ങൾ എണ്ണി 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 കാത്തിരിക്കുമ്പോഴായിരിക്കും അള്ളാഹുവിന്റെ മറ്റൊരു തീരുമാനം, നീ ഈ കല്യാണത്തിന് വേണ്ട, നീ ഈ കല്യാണത്തിന് കൂടണ്ട, നിന്നെ അങ്ങ് കൊണ്ടുപോവാൻ. ആ സമയത്ത് റബ്ബേ ഞാൻ വരുന്നില്ല എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിശുദ്ധമായ നോമ്പൊക്കെ നോറ്റ് ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിലൂടെ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്. മക്കൾക്ക് നല്ല ഡ്രസ്സ് എടുത്തു കൊടുത്ത ഉപ്പമാരുണ്ട്. മക്കളും ഉമ്മയും പാപ്പയൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ സന്തോഷം പങ്കിട്ട ഒരുപാട് ഉപ്പയും ഉമ്മമാരുണ്ട്. എനിക്കറിയാം, ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ കുന്നംകുളം ഭാഗം, കുന്നംകുളം ആ ഭാഗത്തുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. റബ്ബേ, ആ ഒരു ഭാഗത്ത് ചെറുമനങ്ങാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലവും എനിക്കറിയാം. ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാർ, നല്ലവരായ സഹോദരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കുന്നംകുളം എന്ന് പറയുന്നത്. അപ്പോ ആ കുന്നംകുളം ഭാഗത്തുള്ള അൻസി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ പെരുന്നാളിന്റെ തലേ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ പെരുന്നാളിന്റെ തലേ ദിവസം ഒരു പാവപ്പെട്ട സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. നമ്മൾ ചിന്തിക്കുന്ന അല്ല അള്ളാഹുവിന്റെ തീരുമാനം. കാരണം ആ പൊന്നുമകനും കൂടെ കടന്നുപോയി ബൈക്കിൽ പോയപ്പോ ആ ബൈക്ക് നിയന്ത്രണം വിട്ട് ഒരു പോസ്റ്റിലിടിക്കുകയും ചികിത്സയിലായിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ പെരുന്നാളിന്റെ തലേ ദിവസം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ആ കുടുംബത്തിന്റെ വേദന എത്രയായിരിക്കും, ആ ഉമ്മയുടെ വേദന എത്രയായിരിക്കും, ആ ബാപ്പയുടെ വേദന എത്രയായിരിക്കും. പുന്നാര മക്കളെ താഴത്ത് വെക്കാതെ 5 മിനിറ്റ് ഒന്ന് കാണാൻ വൈകിപ്പോയാൽ ആ പ്രിയപ്പെട്ട മക്കളെ തെരഞ്ഞു പിടിച്ചു പോകുന്ന ബാപ്പ, മക്കളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ വിളിക്കുന്ന ഉമ്മ, മോനെ നീ എവിടെയാണ്, മോളെ നീ എവിടെയാണ്, അങ്ങനെ മിനിറ്റുകൾ വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ പുന്നാരമകന്റെ ശരീരം കൊണ്ടുവെക്കുമ്പോ, വെള്ള പുതപ്പിച്ചു കൊണ്ടുവെക്കുമ്പോ അത് കാണാൻ ഏതൊരു ഉമ്മക്കാണ് കഴിയുക, അത് കാണാൻ ഏതൊരു ബാപ്പക്കാണ് കഴിയുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ കിടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമകന്റെ അരികത്ത് വന്ന്, മോനെ, എന്റെ പൊന്നുമോ ഇതെന്ത് കിടത്തുവാണ് എന്ന് പറയാനല്ലാതെ അവർക്ക് എന്തിനു കഴിയും? ഒരുപക്ഷെ ആ പൊന്നുമകന്റെ ആത്മാവ് ഒരു ഭാഗത്ത് നിന്നിട്ട് വിളിച്ചു പറയും, മാ നിങ്ങൾ കരയല്ലേ, സഹോദരങ്ങൾ കരയുമ്പോ ഉമ്മാങ്ങൾ കരയല്ലേ, വാപ്പങ്ങൾ കരയല്ലേ. ആര് കേൾക്കാൻ? ഒരാളും കേൾക്കാനില്ല. അള്ളാഹുവിന്റെ ഖളാഇ നമുക്ക് മാറ്റാൻ പറ്റില്ല സഹോദരങ്ങളെ. ആ കുടുംബത്തിന് അല്ലാഹു തആല സബ്ർ കൊടുക്കട്ടെ. ആ പൊന്നുമോന്റെ ഉമ്മാക്കും ബാപ്പാക്കും കുടുംബങ്ങൾക്കും സഹോദരങ്ങൾക്കൊക്കെ അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ പൊന്നുമകന്റെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വീടാക്കി, സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ആ പൊന്നുമകൻ ഉണ്ടായിരുന്നുവെങ്കിൽ
ആ ഉമ്മ ഭക്ഷണം ഒരുക്കി കൊടുക്കും. മക്കള് വരുമ്പോ നല്ല പുത്തൻ ഉടുപ്പിട്ട് മകൻ വീട്ടിലേക്ക് വരുന്നത് കാത്തുമ്മ നിൽക്കും വീട്ടിന്റെ വാതിലിൽ. മക്കള് കഴിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഉമ്മമാര് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, മക്കൾക്ക് വേണ്ടി ഉമ്മ ഭക്ഷണം തരുമ്പോ കഴിക്കുമോനെ കഴിക്കുമോനെ കഴിക്കുമോളെ എന്ന് പറഞ്ഞ് ഒരുപാട് ഭക്ഷണം നമുക്ക് തരും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. ഒരു പുതിയ ഉടുപ്പെടുത്തില്ലെങ്കിൽ പാപ്പ ചോദിക്കും, മോനെ നീ ഉടുപ്പെടുത്തില്ലേ, പാന്റ് എടുത്തില്ലേ? അപ്പൊ ഞാൻ എടുത്തിട്ടില്ല. കടം മറിഞ്ഞിട്ടാണെങ്കിലും എവിടെന്നെങ്കിലും നമ്മുടെ പുന്നാര ഉപ്പമാർ നമുക്കത് കൊണ്ടുവന്നുകൊണ്ട് തരാറുണ്ട്. അതിട്ടുകൊണ്ട് ഒരു മകൻ പോകുന്നത് കാണുമ്പോ ആ മകനോടൊപ്പം ആ ബാപ്പയും കൂടെ നല്ലൊരു പുതിയ വസ്ത്രവും ഇട്ട് പെരുന്നാളിന് പോകുന്ന കാണുമ്പോ പടച്ചോനെ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷേ ഒരു പുത്തൻ ഉടുപ്പ് വേണ്ട, ഒന്നും വേണ്ട. 3 കഷ്ണം വെള്ളത്തുണിയിൽ ആ പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവന്ന കബറിടത്തിലേക്ക് വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേദന സഹിച്ചല്ലേ പറ്റൂ, സഹിച്ചല്ലേ പറ്റൂ. എല്ലാരും ലോകത്തുനിന്ന് വിട പറയും. മഹാനരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയില്ലേ? അതേപോലെ എല്ലാവരും ലോകത്തുനിന്ന് വിട പറയും, എല്ലാവരും ലോകത്തുനിന്ന് വിട്ടുപിരിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമകന്റെ ഖബർ ഇടുക്കമില്ലാത്ത വീടാക്കി കൊടുക്കട്ടെ. കണ്ണെത്താത്ത ദൂരത്തോളം അല്ലാഹു തആല ഖബർ വിശാലമായി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പോലും പൊട്ടിക്കരഞ്ഞു പോയതാണ്. ഹബീബിന്റെ താടി രോമം നരഞ്ഞു. പുന്നാരമകൻ ഇബ്രാഹിമിനെ കൊണ്ടുവന്ന ഖബറിടത്തിലേക്ക് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞില്ലേ? കാരണം എന്താ? ഈ ഖബറിന് ഒരു ഇടുക്കമുണ്ട്. അവിടെ കൊച്ചെന്നില്ല, വലുതെന്നില്ല. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരോ അവര് വിജയിച്ചു എന്നാണ്. വല്ലാത്തൊരു ഇടുക്കമുണ്ട്. അള്ളാഹു ആ പൊന്നുമോന്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ. അള്ളാഹു തആല സ്വർഗത്തിന്റെ വീടായി കൊടുക്കട്ടെ. ആ പൊന്നുമകൻ സഹിച്ച വേദനയ്ക്കു പകരം അള്ളാഹു തആല പൊന്നുമകൻ എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ളതുണ്ടെങ്കിൽ ഒക്കെ റബ്ബ് തആല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഖിബത്ത് നന്നായി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മയ്യത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ പിന്നെ എന്തു പറയാനാ നമ്മളെ കൊണ്ടുപറ്റുക? എങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റുക? എങ്ങനെയാ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക? പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിങ്ങളൊക്കെ ദ്വാരക്കണം. അള്ളാഹുവേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു സമയം നമ്മുടെ പൊന്നുമക്കളുടെ മയ്യത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കല്ലേ. അതാണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല, പേരമക്കളായാലും വേണ്ടില്ല. മക്കള് ആ ഉമ്മക്കും ബാപ്പക്കും ഇങ്ങനെ ഓർമ്മ വരും. മകൻ വരുന്നത്, ഉമ്മ ഭക്ഷണം എന്താ ഉമ്മ, വെള്ളം എന്താ ഉമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആ ഉമ്മയുടെ മനസ്സിൽ ഇങ്ങനെ വരും, ആ ബാപ്പയുടെ മനസ്സിൽ ഇങ്ങനെ വരും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് ആ ഒരു പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മാന്റെ വാപ്പാന്റെ അവസ്ഥ മാത്രമല്ല, മക്കൾ ഇവിടെ പറഞ്ഞു പോയ ഓരോ ഉപ്പാന്റെയും ഉമ്മാന്റെ അവസ്ഥയാണ്. മക്കൾ നടക്കുന്നത് പോലെ തോന്നുക, മക്കൾ അരികത്ത് വരും പോലെ തോന്നുക, പെട്ടെന്ന് മരണപ്പെട്ടു പോയ മോന്റെ പേര് വിളിക്കുക. പടച്ചോനെ, ചിന്തിച്ചു നോക്കിക്കേ. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സബർ കൊടുക്കണേ റഹ്മാനെ, ക്ഷമ കൊടുക്കണേ റഹ്മാനെ. ആ പൊന്നുമോന്റെ ഉമ്മാക്കും ബാപ്പാക്കും സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഖൈറായിട്ടുള്ള വഴികൾ കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരുടെ വേദനകളും ദുഃഖങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ആ പൊന്നുമോന്റെ ഖബർ സ്വർഗമാക്കി റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് നടക്കുന്ന വീടാക്കി നീ കൊടുക്കണേ റഹ്മാനെ. ഒരിക്കലും സങ്കടപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.